പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് മോർണിംഗ് ടീയിലേക്ക് സുസ്വാഗതം. നമ്മുടെ മോർണിംഗ് ടീ വേറൊരു ലെവലിലോട്ട് പോവുകയാണ്. ചില ആൾക്കാരൊക്കെ മോർണിംഗ് ടീക്ക് അങ്ങ് അഡിക്റ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് ടീക്ക് അഡിക്റ്റായ നല്ലതാണ്, ഈ അഡിക്ഷൻ നല്ലതാണ്. അപ്പോൾ മോർണിംഗ് ടീയിലൂടെ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കുന്നു, സാർ ഇന്ന് മോർണിംഗ് ടീ കിട്ടിയില്ല എന്ന്. എന്തായാലും അതിൽ വലിയ സന്തോഷം. മോർണിംഗ് ടീ ഇടാത്തതിലല്ല, അങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം, ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മോർണിംഗ് ടീ ഇന്ന് 7ാമത്തെ മോർണിംഗ് ടീ ആണ്. മോർണിംഗ് ടീ എന്താണെന്ന് ആദ്യമായി കാണുന്നവർക്ക് ഒന്ന് ചുരുക്കി പറയാം. PSC പരീക്ഷകളിൽ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളെ പൂർണ്ണമായും പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണ് മോർണിംഗ് ടീ. മോർണിംഗ് ടീ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് തുടങ്ങിയത്. മോർണിംഗ് ടീയിലെ 7ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ. ഇന്ന് മോർണിംഗ് ടീ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ കേരള PSCയുടെ ചോദ്യങ്ങളാണ്. ഏവർക്കും ഹാജാസ് PSCയിലേക്ക് മോർണിംഗ് ടീയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ പത്രങ്ങളിലെ കേരള PSCയിലെ ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. PSC പല തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യ ചോദ്യം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്, ഇതാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ചലപതി റാവു. ചലപതി റാവു, ചലപതി റാവു, ചലപതി റാവു. ഫോർത്ത് എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്നത് പത്രങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെടുന്നത് പത്രങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റുകൾ. ഓക്കെ. ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇവിടെ ഒരു ചിത്രം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് തുഷാർ ഗാന്ധി ഘോഷ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കൂ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് തുഷാർ ഗാന്ധി ഘോഷ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യക്ഷമായി ഒരു സ്ഥലത്തും തന്നെ പറയുന്നില്ല, ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ 19(1)(a) ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യക്ഷമല്ലാതെ ഇൻഡയറക്റ്റായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ 1/3 ഭാഗത്തോളം ഉത്തർപ്രദേശിലെ ജനങ്ങളാണ്. ഉത്തർപ്രദേശ് അത്രത്തോളം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ കൂടുതൽ പത്രങ്ങൾ വേണ്ടി വരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അങ്ങനെയാണ് ആ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പല തരത്തിലെ ഭാഷകളുണ്ട്. ഇന്ത്യൻ ഭരണഘടന 22 ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ഭാഷകളുണ്ട്. അംഗീകരിക്കാത്ത ഭാഷകളുണ്ട്, ലിപികളുള്ള ഭാഷകളുണ്ട്, ലിപികളില്ലാത്ത കൊങ്കിണിയും തുളുവും പോലെയുള്ള ഭാഷകളുണ്ട്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഒഡീഷയാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ അത് ഹിന്ദിയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ആണ്. എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷാണ്. എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 19(1)(a) ആണ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനമാണ് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് അരുണാചൽ പ്രദേശ്. ഓക്കെ. ഓർക്കിഡ് സംസ്ഥാനം, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ളത്. ഒരു പത്രം ഇറക്കിയാൽ അത് ആരെങ്കിലും വാങ്ങണ്ടേടി? 10 പേർക്ക് വേണ്ടിയിട്ട് 10 പേര് ഒരു ഭാഷ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഒരു പത്രം ഇറക്കാൻ പറ്റുമോ? ഇല്ല. നോക്കൂ, അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്
അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് പ്രാദേശിക ഭാഷകളുടെ എണ്ണം കൂടുതലാണ്. ഒരുപാട് ഭാഷകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ പത്രം പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ അവിടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പഴയ ഫാക്റ്റാണ്. ഇന്ത്യയിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇപ്പോൾ അവിടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അരുണഭൂമി, അരുണഭൂമി എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. അരുണഭൂമി. ഇന്ത്യയിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പത്രമാണ് അരുണഭൂമി. അരുണഭൂമി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നത്. അതിൻ്റെ പേരാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ പത്രം. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ആദ്യ പത്രം. ഇന്ത്യക്കാർ ആദ്യമായി പത്രത്തിൻ്റെ ഫോർമാറ്റ് പഠിക്കുന്നത് ബംഗാൾ ഗസറ്റ് എന്ന പത്രം കണ്ടിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. പണ്ട് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. PSC ചോദിച്ചിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട് എന്താണ് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഉത്തരം ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറഞ്ഞു. സ്വാഭാവികമായും അതിൻ്റെ വർഷം PSC ചോദിക്കും. 1780 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത്. ഈ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയ വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്ന വ്യക്തി. ശ്രദ്ധിക്കണം, 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് എന്ന പത്രം പുറത്തിറങ്ങുന്നത്. ഈ പത്രം പുറത്തിറക്കിയ വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്താ പേര്? അദ്ദേഹത്തിൻ്റെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്നാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഭയങ്കരമായി വിമർശിച്ചത് കാരണം 1782 ബംഗാൾ ഗസറ്റിനെ നിരോധിക്കുകയുണ്ടായി. 2 വർഷം മാത്രമായിരുന്നു അതിന് ആയുസ്സുണ്ടായിരുന്നത്. ബംഗാൾ ഗസറ്റിലൂടെയാണ് പത്രത്തിൻ്റെ സ്വാധീനം ഇന്ത്യക്കാർ അറിയുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചതുകൊണ്ട് പൂട്ടിപ്പോയ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത്. ബംഗാൾ ഗസറ്റിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. മലയാളമായിരുന്നേ കുഴപ്പമില്ല, ബ്രിട്ടീഷുകാർ വായിക്കില്ലായിരുന്നു. ബംഗാൾ ഗസറ്റിൻ്റെ ഭാഷ നിർഭാഗ്യവശാൽ ഇംഗ്ലീഷായി പോയി. അതാണ് കുഴപ്പം. നോക്കാം, ഇന്ത്യൻ ഭാഷയിൽ, അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യൻ ഭാഷയല്ല, ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ പത്രമാണ് സമാചാർ ദർപ്പൺ. സമാചാർ ദർപ്പൺ. ബംഗാൾ ഗസറ്റോ ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഭാഷയോ ഇംഗ്ലീഷോ ഇന്ത്യയിലെ ഭാഷ അല്ല. അപ്പോൾ ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം ഏതാണെന്ന് ചോദിച്ചാലോ സമാചാർ ദർപ്പണാണ്. ഏത് ഭാഷയായിരുന്നു? ബംഗാളി. അത് പുറത്തിറങ്ങിയ വർഷം എപ്പോഴാണ്? 1818. വർഷം ഓർപ്പിക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? 1818. സമാചാർ ദർപ്പണാണ് ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് സമാചാർ ദർപ്പണാണ്. വർഷം 1818. ഓർമ്മിക്കാൻ 1818. ഇന്ത്യയിലെ ആദ്യ പത്രം ബംഗാൾ ഗസറ്റ്. ആരാ പുറത്തിറക്കിയത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഏത് വർഷം പൂട്ടിപ്പോയി? അറിയാം. നോക്കൂ, ശ്രദ്ധിക്കണം, പണ്ട് പുറത്തിറങ്ങി ഇന്നും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സമാചാർ ദർപ്പൺ എന്ന് പറയുന്ന പത്രത്തിൻ്റെ കോപ്പി. നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ബംഗാളി ഭാഷയിലാണ്, നമുക്കിത് വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? ബംഗാളി ഭാഷയാണ്. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ പത്രം, ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രമാണ് ബോംബെ സമാചാർ. 1822 പുറത്തിറങ്ങുകയും ഇന്നും പ്രസിദ്ധീകരണം തുടരുകയും ചെയ്യുന്ന പത്രമാണ് ഈ ബോംബെ സമാചാർ. ഫർദുജ്ഞി മർസ്ബാൻ എന്ന് പറയുന്ന ആളാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. ഈ പത്രത്തിൻ്റെ പ്രസിദ്ധപ്പെടുത്തിയത്, അതിൻ്റെ ഓണർ ഫർദുജ്ഞി മർസ്ബാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പണ്ട് തുടങ്ങുകയും ഇന്നും പ്രസിദ്ധീകരണം തുടരുകയും ചെയ്യുന്ന പത്രമാണ്
ഏത്? ബോംബെ സമാചാർ. ക്ലിയറാണ്, മനസ്സിലാവുന്നുണ്ട്. ഈ ബോംബെ സമാചാർ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. അപ്പം എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. അതിൻ്റെ ഭാഷ ഇംഗ്ലീഷ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ പത്രമാണ് സമാചാർ ദർപ്പൺ. വർഷം 1818. അത് ഏത് ഭാഷയായിരുന്നു? ബംഗാളി ഭാഷ. അതിൻ്റെ കോപ്പി കണ്ടിട്ടുണ്ടോ? നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പണ്ട് ആരംഭിക്കുകയും ഇന്നും പ്രസിദ്ധീകരണം തുടരുകയും ചെയ്യുന്ന പത്രം ഏതാണ്? ബോംബെ സമാചാർ. അതിൻ്റെ ഭാഷ ഏതാണ്? ഗുജറാത്തി. അത് ഏത് വർഷമാണ് പുറത്തിറങ്ങിയത്? 1822. ഏത് വർഷമാണ്? 1822. അതിൻ്റെ സ്ഥാപകനാരാണ്? ഫർദുജ്ഞി മർസ്ബാൻ. ശ്രദ്ധിക്കണം, സായാഹ്ന പത്രം, ഈവനിങ് ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രമാണ് മദ്രാസ് മെയിൽ. 1868 പുറത്തിറങ്ങിയ പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രത്തിൻ്റെ ചിത്രം നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈവനിങ്, ഫ്രൈഡേ ഈവനിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് ഈ പത്രം പുറത്തിറങ്ങുന്നത് അത്രേ. അതുകൊണ്ടാണത് മദ്രാസ് മെയിൽ എന്നാണ് പത്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് മദ്രാസ് മെയിൽ. ഗാന്ധിജിയുടെ ചരമവാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രം. ഗാന്ധിജിയുടെ ചരമവാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പത്രമാണ് മദ്രാസ് മെയിൽ. അപ്പോൾ ഗാന്ധിജിയുടെ ചരമവാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രം ഏതാണ്? മദ്രാസ് മെയിലാണ്. മറക്കരുത്, മദ്രാസ് മെയിൽ. 1838 പുറത്തിറങ്ങി ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. നമ്മുടെ സ്റ്റാമ്പുണ്ടല്ലോ, സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രം അങ്ങനെയാണ്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ പത്രം ഏതെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഉത്തരമുണ്ട്. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ. വർഷം എപ്പോഴാണ് പുറത്തിറങ്ങിയത്? 1838. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴുമുണ്ട്. ക്ലിയറാണ്, മനസ്സിലാവുന്നുണ്ട്. ശ്രദ്ധിക്കണം, ചോദ്യങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മോർണിംഗ് ടീയിൽ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ചോദിച്ചാലും അതും ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ചോദിച്ചാലും ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഒരു ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ പത്രം ചോദിച്ചാലും അതും ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അതിനകത്തൊന്നും മാറ്റമില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം പറഞ്ഞ മനസ്സിലായോ? ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം ദൈനിക് ജാഗരൺ എന്ന ഹിന്ദി പത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം ഒരു ഹിന്ദി പത്രമാണ്. അതിൻ്റെ പേരാണ് ദൈനിക് ജാഗരൺ. ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള പത്രം ഏതെന്നറിയാവോ? ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള പത്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് ദൈനിക് ജാഗരൺ, ഹിന്ദി പത്രം ദൈനിക് ജാഗരൺ. എന്നാൽ ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷൻ പത്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദ ഹിന്ദു ആണ്. ഇവിടെ ചിത്രമുണ്ട്, ഇവിടെ കാണാം ഹിന്ദു. ഈ പത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. 1878 GS അയ്യരും വീരരാഘവാചാരിയും സുബ്ബറാവു പണ്ഡിറ്റും ചേർന്ന് പുറത്തിറക്കിയതാണ്. 1878 ചെന്നൈയിൽ നിന്നാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷനേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷൻ പത്രമാണ് ഏതെന്ന് പറയുന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ദാ ഉണ്ട്, ദ എക്കണോമിക് ടൈം. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ പത്രമാണ്. ദ എക്കണോമിക് ടൈം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒറ്റ എഡിഷൻ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ്. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് ഇവരെല്ലാം ചേർന്ന് ആരംഭിച്ച പത്രമാണ് അത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് ഇവിടെ കാണുന്നത്, ഇവിടെ ദ ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് 2002 പുറത്തിറങ്ങിയത് ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2002. സംസ്കൃത ഭാഷയിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് സുധർമ്മ, കർണാടകയിൽ. സംസ്കൃത ഭാഷ എത്രത്തോളം പ്രയാസമാണല്ലേ. ആ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മാട്ടൂർ എന്ന് പറയും. മാട്ടൂര് കർണാടകയിലാണ്. കർണാടക കേരള ബോർഡറിനോട് അടുപ്പിച്ചെന്നാണ് പറയുന്നത്. മാട്ടൂര് സംസ്കൃതമാണ് സംസാരിക്കുന്നവർ. സംസ്കൃത ഭാഷയിൽ പുറത്തിറങ്ങുന്ന ഒരേ ഒരു ഇന്ത്യൻ പത്രമാണ് സുധർമ്മ എന്ന് പറയുന്ന പത്രം. ലോകത്തിലെ തന്നെ ഒരേ ഒരു കയ്യെഴുത്ത് പത്രമാണ് ഈ കാണുന്ന പത്രം. ഉറുദു ഭാഷയാണ് ദ മുസൽമാൻ എന്ന് പറയുന്ന പത്രം. അപ്പോൾ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ലോകത്തിലെ തന്നെ ഒരേ ഒരു കയ്യെഴുത്ത്, നൊസ്റ്റാൾജിക്കാണ്, കയ്യെഴുത്ത് പത്രം ഏതാണ്? ദ മുസൽമാൻ. ഏത് ഭാഷയാണ്? ഉറുദു ഭാഷ. ലോകത്തിലെ തന്നെ ഒരേ ഒരു കയ്യെഴുത്ത് പത്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ്. സംസ്കൃത ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ പത്രം സുധർമ്മ. എവിടെയാണത്? കർണാടക. ലോകത്തിലെ ഒരേ ഒരു കയ്യെഴുത്ത് പത്രം ദ മുസൽമാൻ. ഏത് ഭാഷ? ഉറുദു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 29. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ ജനുവരി 29, മറക്കരുത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 29. ദേശീയ അച്ചടി ദിനം PSC ചോദിച്ചിട്ടുണ്ട്, നവംബർ 16. ദേശീയ അച്ചടി ദിനം നവംബർ 16. ഓക്കെ. ഇന്ത്യയിലെ പത്രപ്രസിദ്ധീകരണങ്ങളുടെ യഥാർത്ഥ പ്രചാരം നിർണയിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സ്ഥാപനമാണ് രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ. അവരുടെ സിമ്പലൊക്കെയാണ് ഈ കാണുന്നത്. ഇത് രൂപം കൊണ്ട വർഷം 1986. പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനമാണ് രജിസ്ട്രാർ ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ രജിസ്റ്റർ എന്ന് പറഞ്ഞ് വർഷം പഠിച്ചു വെച്ചിരിക്കണം. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, PSC ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമല്ല. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയുടെ പേര് ചോദിച്ചാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇത് ആരംഭിച്ചത് 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. ഇത് സ്ഥാപിതമായ സ്ഥലമാണ് ചെന്നൈ. ഓക്കെ. അപ്പോൾ ഇത് വേണ്ട, ഈ പോയിന്റ് വേണ്ട കേട്ടോ, ഈ പോയിന്റ് വേണ്ട. അപ്പോൾ 2 പോയിന്റുകൾ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ്. 1947 ഓഗസ്റ്റ് 27-നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ഇതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപിതമായ സ്ഥലം ചെന്നൈയാണ്. പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, മലയാളത്തിലെ പത്രങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ മിണ്ടിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ, അതിനെ സംബന്ധിച്ച് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മോർണിംഗ് ടീയിലെ 7ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. കേരളത്തിലെ പത്രങ്ങൾ, മലയാളത്തിലെ പത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അത് ചിലപ്പോൾ ഇച്ചിരി നീണ്ട ക്ലാസ്സിൽ തന്നെ പറയാനുണ്ടാവും. കാരണം PSCക്ക് അതും കൂടി ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇന്ത്യൻ പത്രങ്ങളും മലയാള പത്രങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ചോദിക്കുന്ന മലയാള പത്രങ്ങൾ തന്നെയാണ്. ആ മലയാള പത്രങ്ങളുടെ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ.